ഭിന്നിക്കാനും പാടുള്ളതല്ല. ഉസൂലിയായ വിഷയത്തിൽ, അടിസ്ഥാനപരമായ തത്വത്തിൽ, വിശ്വാസപരമായ കാര്യത്തിൽ നാം ഭിന്നിക്കാൻ പാടുള്ളതുമല്ല. നാം ഭിന്നിക്കുകയാണെങ്കിൽ നാം ആവുകയില്ല, പേര് മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിൽ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ നിന്നിട്ട് ഒരു വിഭാഗം ഭിന്നിക്കാൻ വേണ്ടി ആരംഭിച്ചുവോ, ആ കാലഘട്ടത്തിൽ ഇസ്ലാം അവർക്ക് പ്രത്യേക പേര് തന്നെ നൽകിയിട്ടുണ്ട്. മുഅ്തസിലികൾ, ജഹ്മികൾ, മുഅത്തലീങ്ങൾ, ഇബാദീസത്തിന്റെ ഉടമകൾ, ബാത്തിനീസത്തിന്റെ ഉടമകൾ, ഷിയായിസത്തിന്റെ ഉടമകൾ എന്നീ പേരുകൾ പ്രത്യേകമായിട്ട് അവർക്ക് വെക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അടിസ്ഥാനപരമായ തത്വത്തിൽ ഭിന്നിക്കുമ്പോൾ മാത്രമേ പേര് മാറുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവര് നമ്മുടെ സഹോദരന്മാര് തന്നെയാണ്, ഏകോദര സഹോദരന്മാര് തന്നെയാണ്. അവര് കർമ്മപരമായ അല്ലെങ്കിൽ ഫുറൂഇയായ ശാഖാപരമായ കാര്യത്തിൽ ചർച്ച ചെയ്താലും, ചർച്ചയ്ക്ക് വിധേയമായ വിഷയത്തിൽ മാത്രം ചർച്ച ചെയ്താലും അവർ ഒരിക്കലും നമ്മുടെ സുഹൃത്തുക്കളല്ലാതെയായി മാറുന്നതല്ല. അത് കാരണത്താൽ അവരോട് വൈരാഗ്യം നമുക്കുണ്ടാവാൻ പാടുള്ളതുമല്ല. അത് കാരണത്താൽ നാം കൊടിപിടിക്കാൻ പാടുള്ളതുമല്ല. അത് കാരണത്താൽ നാം പതാക പൊക്കുവാനോ അല്ലെങ്കിൽ ഘോഷയാത്ര നടത്തുവാനോ സ്റ്റേജ് കെട്ടുവാനോ അങ്ങുമിങ്ങും ചീത്ത പറയുവാനോ പാടുള്ളതും അല്ല. ഈ ഐക്യമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഐക്യം. അതാണ് അള്ളാഹു പറഞ്ഞത്, വഅതസിമു ബിഹബ്ലില്ലാ, അള്ളാഹിന്റെ ഹബിൽ പിടിക്കണം. അള്ളാഹുവിന്റെ കയറ് പിടിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ നടക്കണം. അതിൽ ഭിന്നിക്കാൻ പാടുള്ളതല്ല. കയറ് മാറിപ്പോകരുത്. എന്റെ ഭാഷയിൽ കേറുന്ന വാഹനം മാറരുത്, കേറുന്ന ട്രെയിന് മാറരുത്. എന്നാൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുകയില്ല. അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇസ്ലാഹി എന്ന വേർഡ് ഖുർആനിൽ 25 സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ട. മുസ്ലിങ്ങളുടെ ഇടയിൽ വരുന്നതായ അനൈക്യത്തെ നീക്കുക, ഐക്യമുണ്ടാക്കുക. പാർട്ടീസം ഉണ്ടാകുമ്പോൾ അവരുടെ ഇടയിൽ സുൽഹുണ്ടാക്കുക, ഭിന്നിപ്പ് ഉണ്ടാകുമ്പോൾ സുൽഹുണ്ടാക്കുക. അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ സുൽഹ്. ആ സുൽഹിനെ കുറിച്ചാണ് ഖുർആനിൽ ഞാൻ സൂചിപ്പിച്ചതായ 25 ആയത്തുകളിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 25 സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ മർമ്മപ്രധാനമായ ഏറ്റവും ബഹുഭൂരിഭാഗം ഉപയോഗിച്ചിട്ടുള്ളതും ആ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ ടൈം കിട്ടാത്തതായ ഒരു പ്രധാനപ്പെട്ട ഹദീസ് മുത്തഫഖുൻ അലൈഹി ആയതുകൊണ്ട്, അഥവാ ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയതുകൊണ്ട് അതുകൂടി ഇവിടെ ഉണർത്തിയിട്ട് നമുക്ക് ശേഷിക്കുന്ന ഭാഗങ്ങളിലേക്ക് നീങ്ങാം. സഹീഹ് ബുഖാരി 2690 നമ്പർ ഹദീസ്, സഹീഹ് മുസ്ലിം 421 നമ്പർ ഹദീസ്. നിങ്ങൾ കേൾക്കുന്നത് സഹീഹ് മുസ്ലിമിന്റെ ലഫ്ളാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ 2 വിഭാഗം പിണങ്ങി വരികയുണ്ടായി. അംർ ഇബ്നു ഔഫ് എന്നീ ഗോത്രത്തിൽ ഉള്ളതായ ആൾക്കാരാണ് പിണങ്ങി വന്നത്. കുഴപ്പത്തിലാണ്, പാർട്ടിയാണ്, ഭിന്നിപ്പാണ്. അങ്ങനെ കുഴപ്പവുമായിട്ട് കേസ് തീർക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലുള്ളതായ ആ കുഴപ്പത്തെ നീക്കാൻ വേണ്ടി ഇറങ്ങി. അവരുടെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്തു. ടൈം പിടിക്കും. കുഴപ്പത്തിന് വയസ്സ് കൂടുതലുണ്ടെങ്കിൽ തീർക്കാൻ ടൈം കൂടേണ്ടി വരും. അപ്പോൾ അവരുടെ ഇടയിലുള്ളതായ ഭിന്നിപ്പ് കുറച്ച് വിശാലമുള്ളതായത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ളതായ ഭിന്നിപ്പ് കുറച്ച് ശക്തി കൂടിയതായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ടൈം എടുക്കേണ്ടി വന്നു അവരുടെ കൂടെ. അതെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് റിസൾട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടാണ് ബാങ്ക് വിളിക്കുന്നത്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ബിലാൽ ഇബ്നു റബാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ബാങ്കിയായ ബിലാല്, മദീനയിൽ റസൂൽ മരിക്കുന്നത് വരെ ബാങ്ക് വിളിച്ചുകൊണ്ടേയിരുന്നതായ ബിലാല് റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്തിന്റെ ടൈം ആയിട്ട് പോലും റസൂൽ എത്തുന്ന കണ്ടില്ല. വീണ്ടും ബിലാൽ അല്പം താമസിച്ചു. റസൂൽ വല്ല പ്രശ്നത്തിൽ പെട്ടുപോയതായിരിക്കുമെന്ന് മനസ്സിലാക്കി പിന്തിപ്പിച്ചു. റസൂൽ എത്തിയില്ല. അല്ലാഹുവിന്റെ റസൂലാണല്ലോ മദീനത്തെ പള്ളിയിൽ മരണം വരേക്കും ഇമാമത്ത് നിന്നിരുന്നത്. നബിക്ക് രോഗം ബാധിച്ചതായ ഏതാനും ദിവസം 17 വഖ്ത് മാത്രമാണ് ആര് ഇമാമത്ത് നിന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിന്നിരുന്നത്.
അല്ലാഹു റസൂലിന്റെ പള്ളിയിൽ. നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവേൽപ്പ് കാണാതെ വന്നപ്പോൾ, അവര് നിസ്കാര ടൈമിൽ എത്താതെ വന്നപ്പോൾ ബിലാല് പോയിട്ട് അബൂബക്കറിനോട് ചോദിക്കുകയുണ്ടായി, അല്ലയോ മഹാനേ, റസൂൽ എത്തിയില്ലല്ലോ, ജനങ്ങൾ പള്ളിയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്, നമസ്കാര ടൈം ആസന്നമായിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാമോ? അബൂബക്കർ സിദ്ദീഖ് ചിന്തിച്ചിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യാം. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യാം. ഹദീസിന്റെ വേർഡാണ്. എന്ന് പറഞ്ഞാൽ ബാങ്കിക്ക് കൂടി എന്തുണ്ട്? ഇത്തരം കാര്യത്തിൽ അധികാരമുണ്ട്. ഇമാം ഇല്ലാത്ത വേളയിൽ ബാങ്കി അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുവാദം കൂടാതെ ഒരാൾ അങ്ങോട്ട് വിരിപ്പിലേക്ക് ചെല്ലാൻ പറ്റൂല, മുസല്ലയിലേക്ക് ചെല്ലാൻ പറ്റൂല. അദ്ദേഹത്തിനാണ് പിന്നെ അധികാരമുള്ളത് ഇത് ഇമാമത്തിന് അർഹപ്പെട്ടവരെ തെരഞ്ഞെടുക്കാൻ. ഇമാമത്തിന് കൂട്ടത്തിൽ ഏറ്റവും അർഹപ്പെട്ടവരാരാണ് എന്ന് തെരഞ്ഞെടുക്കാനുള്ളതായ അധികാരം ബാങ്കിക്കാണുള്ളത് എന്ന് ആ ശൈലിയിൽ നിന്നിട്ട് മനസ്സിലാക്കാം. നഅം ഇൻ ശിഅ്ത, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യാം. അതെ, അങ്ങനെ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇഖാമത്ത് വിളിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുസല്ലയിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. നമസ്കാരം ആരംഭിക്കുന്നു. നമസ്കാരം ആരംഭിച്ചപ്പോൾ, സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ, അതാ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭിന്നിപ്പുള്ളവരുടെ ഇടയിലുള്ളതായ ഭിന്നിപ്പ് തീർത്തുകൊണ്ട്, അവരുടെ ഇടയിൽ സുൽഹ് ചെയ്തുകൊണ്ട്, അവരോട് കൂടി നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പള്ളിയിലേക്ക് എത്തുന്നു. അല്ലാഹു റസൂലിന്റെ വരവേൽപ്പ് കണ്ടപ്പോൾ സഹാബാക്കളുടെ ഇടയിൽ എന്തെന്നില്ലാത്ത ചലനങ്ങൾ ഉണ്ടായി. നിങ്ങൾക്കറിയാമല്ലോ, അവരുടെ പതിവിൽ റസൂലല്ലാതെ ഇമാമത്ത് നിന്നിട്ട് പതിവില്ല അവർക്ക്. റസൂലിന്റെ പിന്നിലല്ലാതെ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് അവർക്ക് പരിചയമില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവേൽപ്പ് കണ്ടപ്പോൾ അവരെല്ലാവരും കോലാഹലമുണ്ടാക്കി, ശബ്ദമുണ്ടാക്കി. ശബ്ദത്തിൽപ്പെട്ടതാണ് കൈയടിച്ചു എന്നതാണ്. പലരും കൈയടിക്കാൻ ആരംഭിച്ചു. അങ്ങനെ കൈയടിച്ചതായ വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് എന്താണ് കാട്ടേണ്ടത് എന്നറിയാതെ പരിഭ്രമിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കണമോ, എന്താണ് സംഭവിച്ചതെന്ന് പിന്നിൽ നോക്കണമോ എന്ന് അവർക്ക് തോന്നി അവസാനം അവർ തിരിഞ്ഞു നോക്കുക തന്നെ ചെയ്തു. അങ്ങനെ ബേക്കിലേക്ക് നോക്കിയപ്പോൾ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവേൽപ്പാണ് കണ്ടത്. മഹാനായ അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കൂ, പൂർത്തിയാക്കൂ, നിൽക്കൂ, പിന്നോട്ട് വരരുത് എന്ന് പറഞ്ഞു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂട്ടാക്കിയില്ല. ബേക്കോട്ട് നീങ്ങുകയും ഖഹ്ഖറ എന്നാണ് അറബി ഭാഷയിൽ പറയുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സഫിലേക്ക് നീങ്ങുകയും സഫിൽ നിൽക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂല് നമസ്കാരം പരിപൂർണമാക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിയെ കണ്ടതായ വേളയിൽ അൽഹംദുലില്ലാഹ് എന്ന ഒരു വേർഡ് കൂടി പറഞ്ഞതായിട്ട് മുസ്ലിമിൽ കാണുന്നു. ബുഖാരിയിലുമുണ്ട് ഈ ഹദീസ്. എന്ന് പറഞ്ഞാൽ റസൂൽ വന്നല്ലോ എന്ന സന്തോഷമാണ്, റസൂൽ എത്തിയല്ലോ എന്ന സന്തോഷമാണ്. നമസ്കാരം സമാപിച്ചതായ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ അവരുടെ പതിവനുസരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് പ്രതിവിധി കണ്ടെത്തേണ്ടി വരികയാണെങ്കിൽ, എന്തെങ്കിലും വിധി നൽകേണ്ടി വരികയാണെങ്കിൽ പിന്തിപ്പിക്കുന്ന സ്വഭാവം റസൂലിനില്ല. റസൂൽ എന്ത് ചെയ്യും? അപ്പടി തന്നെ അവിടെ പ്രശ്നം പരിഹരിക്കും. അവിടെ വിശദീകരണം ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കും. പിന്തിപ്പിക്കുന്ന സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനില്ല. നാമും അങ്ങനെ തന്നെയാണ് കഴിവിന്റെ പരമാവധി ചെയ്യേണ്ടത്. നമുക്കറിയുന്ന കാര്യം വല്ലവരിലും അതിലുള്ള കുറവ് കണ്ടാൽ നമുക്കറിയുന്നതാണെങ്കിൽ അത് അപ്പടി തന്നെ ഉണർത്താൻ വേണ്ടി പരിശ്രമിക്കണം. യുക്തിയുക്തമായിരിക്കണം. ആളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ആള് പണ്ഡിതനും മൗലവിയുമാണെങ്കിൽ അദ്ദേഹത്തിനോട് പെട്ടെന്നൊരു നാടൻ പറഞ്ഞാൽ സ്വീകരിക്കാൻ പ്രയാസമുണ്ടായിരിക്കും. അല്ലെങ്കിൽ നേതൃത്വവും കൊള്ളുന്ന ആളുമാണെങ്കിൽ അങ്ങനെയുള്ളവരോടും പെട്ടെന്ന് പറയാൻ പ്രയാസമുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ കാത്തിരുന്ന ആൾക്കാരുടെ മുമ്പിലല്ല, തനിച്ച് വിളിച്ചിട്ട് ഉണർത്തണം. നിങ്ങൾക്ക് വിട്ടുപോയതായിരിക്കാം, നിങ്ങൾ മറന്നുപോയതായിരിക്കാം, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതായ കാര്യമായിരിക്കാം. എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഈ ചെയ്തത്